ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മിത്രാസ് വേൾഡ്. ഇന്ന് നമുക്കൊരു ചൈനീസ് ഡിഷ് തയ്യാറാക്കിയാലോ? ഗോബി മഞ്ചൂരി. അത്ര എളുപ്പമൊന്നും അല്ലെങ്കിലും നമ്മളെ കൊണ്ടും പറ്റുമെന്നേ. അപ്പം നമുക്ക് നോക്കാം. ഇതിനായിട്ട് നമുക്ക് വേണ്ടത് കോളിഫ്ലവർ, സവാള, ക്യാപ്സിക്കം, സ്പ്രിംഗ് ഒണിയൻ, ഇഞ്ചി വെളുത്തുള്ളി, പുതിനയില, മല്ലിയില. ഇത്രയും പച്ചക്കറികളാണ് നമുക്ക് വേണ്ടത്. നമുക്ക് തുടങ്ങാം. ഞാൻ 2 കോളിഫ്ലവർ എടുത്തിട്ടുണ്ട്. അത് വെള്ളം തിളപ്പിച്ച് അതിൽ ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഒന്ന് തിളപ്പിക്കാൻ വെച്ചിരിക്കുകയാണ്. ഒരുപാടൊന്നും തിളയ്ക്കേണ്ട ആവശ്യമില്ല. ഒരു 2-3 മിനിറ്റ് തിളച്ചാൽ മതി. അതിൽ എന്തെങ്കിലും പുഴുവൊക്കെ ഉണ്ടെങ്കിൽ അത് പോകാനാണ്. നമുക്കിനി വെജിറ്റബിൾസ് കട്ട് ചെയ്യാം. ഞാൻ വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ക്യാപ്സിക്കവും സവാളയും ക്യൂബ്സ് ആയിട്ടാണ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. നമ്മുടെ കോളിഫ്ലവർ തിളച്ചിട്ടുണ്ട് നല്ലതുപോലെ. ഒന്ന് അത് വെന്ത് തുടങ്ങിയിട്ടുണ്ട്. നമുക്കിനി വെള്ളം വാർക്കാനായിട്ട് വെക്കാം. വെള്ളം എല്ലാം വാർന്നിട്ടുണ്ട്. നമുക്കിനി ഇതിനുള്ള മാവ് തയ്യാറാക്കാം. അതിനായിട്ട് ഞാൻ 6 സ്പൂൺ മൈദയാണ് എടുത്തിരിക്കുന്നത്. 6 സ്പൂൺ മൈദയും പിന്നെ അതിലേക്ക് നമ്മൾ ചേർക്കുന്ന കോൺഫ്ലോറാണ്. 4 സ്പൂൺ കോൺഫ്ലോർ ഞാനിതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. 6 സ്പൂൺ മൈദയ്ക്ക് 4 സ്പൂൺ കോൺഫ്ലോർ കൂടുതൽ ആഡ് ചെയ്താൽ നമുക്ക് ക്രിസ്പിനെസ് കൂടുതൽ കിട്ടും. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക, മഞ്ഞൾപ്പൊടി, മുളക് പൊടി. ഞാൻ എരിവ് കുറച്ചാണ് ചേർക്കുന്നത്. കുരുമുളക് പൊടി വേണമെങ്കിൽ അതും ചേർക്കാം. ഞാൻ കുറച്ച് കായം ചേർക്കുന്നുണ്ട്. എന്നിട്ട് നല്ലതുപോലെ എല്ലാം മിക്സ് ചെയ്ത് ഉപ്പെല്ലാം എല്ലാ ഭാഗത്തേക്കും മിക്സ് ആക്കിയിട്ട് വെള്ളം ചേർക്കുക. ഞാൻ 1 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. കുറേശ്ശെയായിട്ട് ആഡ് ചെയ്യുക, ഇല്ലെങ്കിൽ കട്ട പിടിക്കും. ഞാൻ 1 കപ്പ് വെള്ളവും അതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നല്ലതുപോലെ ഇളക്കി നല്ല ഒരുപാട് വാട്ടറി കൺസിസ്റ്റൻസി ആകരുത്. ഒരു ബജ്ജി മാവിൻ്റെ പരുവത്തിൽ തന്നെ നമ്മൾ കലക്കിയെടുക്കുക. അതിനുശേഷം നമ്മൾ വെള്ളം വാർക്കാൻ വെച്ച കോളിഫ്ലവർ അതിലേക്ക് ചേർത്ത് നല്ലതുപോലെ മാരിനേറ്റ് ചെയ്ത് കുറച്ച് നേരം വയ്ക്കുക. ഞാൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണ അടുപ്പത്ത് വയ്ക്കാം. ഞാൻ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. എണ്ണ നല്ലോണം ചൂടായി കഴിയുമ്പോൾ നമുക്ക് കോളിഫ്ലവർ അതിലേക്ക് ചേർത്ത് വറുത്തെടുക്കാം. ഇതാണ് ഇതിൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം. ബാക്കിയെല്ലാം വളരെ ഈസിയാണ്. നമുക്ക് സോസ്, ചില്ലി സോസ്, ടൊമാറ്റോ സോസ്, സോയാ സോസൊക്കെ ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാം. ഇതുപോലെ വറുത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ. ഞാൻ ഫസ്റ്റ് ട്രിപ്പ് വറുത്ത് കഴിഞ്ഞു. ഇനി ബാക്കിയുള്ളതും കൂടി ഞാൻ വറുത്തിട്ട് വരാം. ഞാൻ ലാസ്റ്റ് ട്രിപ്പാണ് ഇട്ടിരിക്കുന്നത്. ബാക്കിയുള്ള മാവിൻ്റെ പാത്രം നമ്മൾ കഴുകരുത്. അതാണ് മെയിനായിട്ടുള്ള ഇതിലെ ടിപ്പ്. ആ മാവ് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് കലക്കി മാറ്റി വയ്ക്കുക. അത് നമുക്ക് ആവശ്യമുണ്ട്. കഴുകാനെടുത്തിടരുത്. അപ്പോൾ നമുക്ക് മേക്കിങ്ങിലേക്ക് പോവാം. ഇനി ഞാൻ എൻ്റെ ഫേവറേറ്റ് ഉരുളി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ വറുക്കാൻ ഉപയോഗിച്ച സൺഫ്ലവർ ഓയിൽ തന്നെയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് 3 തവി ഒഴിച്ചു. അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് ഒന്ന് ചൂടായി കഴിയുമ്പോൾ, നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ച് തന്നെയാണ് ഇത് ഉണ്ടാക്കുന്നത്. തീ കുറയ്ക്കേണ്ട ആവശ്യമില്ല. ഒന്ന് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഞാൻ ചേർത്തു. പച്ചമുളകിന് നല്ല എരിവാണ്, അതുകൊണ്ട് ഞാൻ കുറച്ച് ചേർത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് ആവശ്യമുള്ള അത്രയും ചേർക്കാം. പിന്നെ നമുക്കിനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ആഡ് ചെയ്യാം. സവാളയും ക്യാപ്സിക്കവും ഞാൻ ആഡ് ചെയ്യുകയാണ്. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് സോർട്ട് ചെയ്യുക. ഹൈ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത് നമ്മൾ. ശേഷം അതിനാവശ്യമായിട്ടുള്ള ഉപ്പ് നമുക്കതിലേക്ക് ചേർക്കാം. ഞാൻ ഉപ്പ് ചേർത്തു. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് സോർട്ട് ചെയ്ത് വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് ട്രാൻസ്പെറൻ്റ് ആണ്. നമ്മുടെ സവാള ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയി തുടങ്ങുമ്പോൾ നമുക്കതിലേക്ക് ബാക്കി മസാല ചേർക്കാം. ഞാൻ അതിലേക്ക് കുരുമുളക് പൊടിയാണ് ചേർത്തത്. 1 സ്പൂൺ ചേർത്തു. മുളക് പൊടി ചേർത്തു. കുറച്ച് മഞ്ഞൾപ്പൊടിയും ആഡ് ചെയ്തു. ഇനി ആ പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് മല്ലിയിലയും പുതിനയിലയും, അത് എത്രയുണ്ടോ അത്രയും നല്ലതാണ്. മല്ലിയിലയും പുതിനയിലയും നമുക്കിതിലേക്ക് ആഡ് ചെയ്യുക. പുതിനയിലയൊക്കെ നല്ലോണം ചേർക്കുമ്പോഴാണ് നമുക്ക് ഹോട്ടലിലൊക്കെ കിട്ടുന്ന ആ ഒരു ഫ്ലേവർ നമുക്ക് കിട്ടുക. നമ്മുടെ സവാളയൊക്കെ നല്ല ട്രാൻസ്പെറൻ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് സോസസ് ചേർക്കാം. ഞാനിവിടെ 2.5 തവി ടൊമാറ്റോ സോസും 2 തവി സോയാ സോസുമാണ് ചേർക്കുന്നത്.
ചില്ലി സോസ് ഞാൻ ഉപയോഗിക്കുന്നില്ല. എനിക്കിവിടെ കുട്ടികൾക്ക് വേണ്ടതുകൊണ്ട് ഞാൻ ഒരുപാട് എരിവ് ചേർക്കുന്നില്ല, അതുകൊണ്ടാണ്. പിന്നെ ഡാർക്ക് സോയാ സോസാണ് ഞാൻ യൂസ് ചെയ്യുന്നത്, അതുകൊണ്ട് കുറച്ച് ഡാർക്ക് കളറായിരിക്കും നമ്മുടെ കറി. ഉപ്പ് ആദ്യമേ ഒരുപാട് ചേർക്കരുത്, നമ്മൾ സോസിനൊക്കെ ഉപ്പുണ്ട്, അതുകൊണ്ട് ലാസ്റ്റ് ഉപ്പ് നോക്കിയതിന് ശേഷം കുറവുണ്ടെങ്കിലേ ചേർക്കാവൂ. ഇനിയാണ് നമ്മുടെ മെയിൻ താരം വരുന്നത്, നമ്മൾ ആദ്യം മാറ്റി വെച്ച മാവ്. ഈ മാവ് നമ്മളിതിലേക്ക് ചേർക്കുകയാണ്. നല്ല തിക്കായിട്ടുള്ള ഗ്രേവി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ചേർക്കുന്നത്. ഇതിന് പകരം നമുക്ക് കോൺഫ്ലോർ കലക്കിയാണെങ്കിലും ആഡ് ചെയ്യാം. ശേഷം കുറച്ചും കൂടി വെള്ളം നമുക്കിതിലേക്ക് ചേർക്കാം, കാരണം ഇത് തിളച്ച് കഴിയുമ്പോഴത്തേനും നല്ല കുറുകി വരും. അതുകൊണ്ട് ഞാൻ ഒരു കപ്പോളം വെള്ളം ഞാനിതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്, ചെറിയ കപ്പിൽ. എന്നിട്ട് അത് തിളയ്ക്കുമ്പോൾ അത് നല്ല കുറുകി വരും. നമുക്കിനി ഇതിൻ്റെ ഉപ്പൊന്ന് നോക്കാം. ഉപ്പൊക്കെ പാകമാണ്. ഉപ്പ് ചേർക്കേണ്ടതുണ്ടെങ്കിൽ ഈ സ്റ്റേജിൽ നമ്മൾ ചേർക്കണം, പിന്നെ നമുക്ക് ചേർക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇനി നമുക്കിത് നല്ലതുപോലെ തിളയ്ക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇതാ നമ്മുടെ ഗ്രേവിയൊക്കെ നല്ലതുപോലെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് സ്പ്രിംഗ് ഓണിയൻ ആഡ് ചെയ്യാം. സ്പ്രിംഗ് ഓണിയൻ ഒരുപാട് വേവൊന്നുമില്ല, അതുകൊണ്ട് നമ്മൾ ആദ്യമേ ആഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. സ്പ്രിംഗ് ഓണിയൻ ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ആഡ് ചെയ്യാം. കോളിഫ്ലവർ വറുത്തത് ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്യുക. ആ ഗ്രേവി എല്ലാം നമ്മുടെ കോളിഫ്ലവറിൽ നല്ലതുപോലെ മിക്സ് ആവണം. ഞാനിനി ഇതിലേക്ക് കുറച്ച് പച്ച സവാള ചേർക്കുകയാണ്. സവാള കടിക്കുന്നത് ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്. നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ അത് ഒഴിവാക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഇനി കുറച്ച് സ്പ്രിംഗ് ഓണിയനും മല്ലിയിലയും പുതിനയിലയും കൂടി നമുക്കിതിലേക്ക് ചേർക്കാം. നമ്മുടെ കറി റെഡിയായി കഴിഞ്ഞു. സെമി ഗ്രേവിയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സമയത്ത് കുറച്ചും കൂടി കോൺഫ്ലോർ കലക്കി ഒഴിച്ച് അത് തിളച്ച് കഴിയുമ്പോഴത്തേന് സെമി ഗ്രേവി ആകും. അതല്ല ഡ്രൈ ആയിട്ടാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ തന്നെ അടച്ച് വെക്കുക. കുറച്ച് കഴിയുമ്പോൾ അത് നല്ല ഡ്രൈ ആയിട്ട് കിട്ടുന്നതാണ്. ഞാൻ ഇത് അടച്ച് വെച്ചു. ഇതാ നമ്മുടെ കറി നല്ല ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവരും തയ്യാറാക്കി നോക്കുക. ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.